ഇടുക്കി കരുണാപുരത്ത് ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. കൂട്ടാർ കുഴിക്കണ്ടം റോഡിന് സമീപമുള്ള കൃഷിയിടത്തിലാണ് നിലവിൽ കാട്ടുപോത്തുള്ളത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ജെയിനസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, ജനവാസ മേഖലയാണ്. നേരത്തെ തന്നെ ഇങ്ങനൊരു ശല്യമുണ്ടോ അവിടെ? ഇപ്പോൾ കാട്ടുപോത്തിന്റെ സാന്നിധ്യം സംബന്ധിച്ച് വനംവകുപ്പ് എത്തുമ്പോഴുള്ള നടപടി എന്താണ്? പ്രതീക്ഷ, ഇത് അതിർത്തി മേഖലയാണ്. തമിഴ്നാടിനോട് ചേർന്നുള്ള ഭാഗം വനമേഖലയാണ്. പക്ഷെ ഈ കാട്ടുപോത്തിനെ കണ്ടിരിക്കുന്നത് അത് ജനവാസ മേഖലയിലാണ്. സാധാരണ കാട്ടുപോത്ത് ഈ ഭാഗത്തേക്ക് എത്താറില്ല. ഇത് അസാധാരണമായിട്ടാണ് ഇപ്പോൾ കാട്ടുപോത്ത് ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കൂട്ടാർ കുഴിക്കണ്ടം റോഡിലൂടെ പോയ യാത്രികരാണ് ആദ്യം കാട്ടുപോത്തിനെ കാണുന്നത്. അവര് വിവരം അറിയിച്ചതനുസരിച്ച് വനംവകുപ്പ് അവിടെ സ്ഥലത്ത് പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയപ്പോൾ ഈ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ കൃഷിയിടത്തിൽ ഈ കാട്ടുപോത്ത് ഉറങ്ങുന്നതായി അവര് സ്ഥിരീകരിച്ചിട്ടുണ്ട് വനംവകുപ്പ്. ഇനിയിപ്പോൾ ഈ കാട്ടുപോത്തിനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം. ഒരുപക്ഷെ ഈ വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടുപോത്ത് സ്വമേധയാ കാട്ടിലേക്ക് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ നിലയുറപ്പിക്കുകയാണെങ്കിൽ അതിനെ ഓടിച്ചു വിടുകയോ മറ്റോ ചെയ്യേണ്ടി വരും. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ നെടുങ്കണ്ടത്തിന് സമീപം ഈ കാട്ടുപോത്തുകൾ ഈ സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി നിലയുറപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ മഞ്ഞുകാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അന്തരീക്ഷ ഊഷ്മാവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പുൽമേടുകളൊക്കെ ജെയിനാണ് വിവരങ്ങൾ നൽകിയത്. ജനവാസ മേഖലയിലാണ് കാട്ടുപോത്ത് ഉള്ളതിപ്പോൾ. നിലവിൽ വനംവകുപ്പ് സംഘം കൂടി അവിടെ എത്തിയിട്ടുണ്ട്.